സോ ഹായ് ഫോക്സ്, നമ്മളപ്പം ജാനുവരി മന്ത് തുടങ്ങിയ സമയത്ത് നമ്മുടെ ഈ ഒരു ന്യൂ ട്രേഡിംഗ് ഇയർ തുടങ്ങിയ സമയത്ത് നമ്മൾ ഈ ഒരു ഡിസംബർ ലോ ടാർഗറ്റ് ചെയ്തിരുന്നു. സോ ഞാൻ ആ വീഡിയോയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു അസറ്റ് നമ്മുടെ കോറിലേറ്റഡ് അസറ്റ് ആയിട്ടുള്ള നമുക്ക് നമ്മുടെ പ്രീവിയസ് ഇയർലി ഹൈ ടേക്ക് ഔട്ട് ചെയ്യും. നമുക്ക് നമ്മുടെ മെയിൻ അസറ്റ് നമ്മുടെ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്യില്ല. അതോടുകൂടി നമുക്കൊരു ഡിസ്പ്ലേസ്മെന്റ് കിട്ടി. നമ്മൾ ഡിസംബറിലോ എടുക്കുമെന്നായിരുന്നു. സോ എക്സാക്ട്ലി ടു ദ ടിക്ക് നമ്മൾ പറഞ്ഞ കണക്ക് ആ ഒരു കാര്യം നമുക്ക് പ്ലേ ഔട്ട് ആയിട്ടുണ്ട്. നമ്മൾ എക്സാക്ട്ലി ആൽഗോരിതത്തിന്റെ കൂടെ തന്നെയാണ് ഈ ഒരു ഇയർ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം സെക്കൻഡ് മന്തിലേക്ക് കയറിയിട്ടുണ്ട്. സെക്കൻഡ് മന്തിന്റെ ഹാഫ് ആയി. സോ നമുക്ക് ഇനി എന്താണ് നടക്കാൻ പോകുന്നത്? നമ്മൾ ഡിസംബറിലോ എടുത്തു, നമ്മളൊരു പുതിയ ഡീലിംഗ് റേഞ്ച് ബിൽഡ് ചെയ്തു. സോ ഇനി എന്താണ് അടുത്ത് നടക്കാൻ പോകുന്നത്? സോ നിങ്ങൾ തുടക്കം തൊട്ടേ കാണുന്ന ഒരു കാര്യമാണ് എൻ്റെ ചാർട്ടിലുള്ള രണ്ട് മാർക്കിങ്സ്. ഒന്ന് ഈ ഒരു ബോക്സും ഒന്ന് ഈ ഒരു ബോക്സും, ഈ ഒരു സസ്പെൻഷൻ ബ്ലോക്കും അതേപോലെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്യാപ്പും പറയാം. സോ പ്രൈസ് ഈ ഒരു ഗ്യാപ്പ് പ്രൈസിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കൊരു പ്രോപ്പർ ഇയർലി SMT ഫോം ചെയ്തു. നമ്മുടെ കോറിലേറ്റഡ് പെയറുമായിട്ട് നമുക്ക് എന്നിട്ട് പ്രൈസിനെ നമ്മൾ താഴോട്ട് വിട്ടു. നമ്മുടെ ടാർഗറ്റ് ഉണ്ടായിരുന്ന ഡിസംബർ ലോനെ എടുത്തിരുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എന്താ പറയുക, നമ്മുടെ ഒരു വീക്ക്ലി റിവ്യൂ വീഡിയോയിലും കണ്ട് നമുക്കിപ്പം ഈ ഒരു പ്രൈസിന് അങ്ങനെ ഇവിടം വരെ വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് പോയേക്കാം. ഈ ഒരു ഫോള് കാണുമ്പോൾ നിങ്ങൾ ഈ ഒരു ലോ എടുക്കും എന്നും പറഞ്ഞ് ടാർഗറ്റ് ചെയ്യരുത്. ആ ഒരു സെയിം സിനാരിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. സോ ഇതൊരു ലക്കി സിറ്റുവേഷൻ അല്ല, ഇതൊരു എന്താ പറയുക റിപ്പീറ്റിംഗ് സിനാരിയോ ആണ്. ഈ ഒരു സിനാരിയോ കണ്ടപ്പോൾ എല്ലാവരും ഡിസംബറിലോ എടുക്കുമെന്നാണ് കരുതിയിരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ലോ ഇവിടെ ഇങ്ങനെ വന്നപ്പോഴും ഇതെല്ലാവരും ഈ ഒരു ലോ എടുക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ അങ്ങനല്ല. സോ ഇനി എന്താണ് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത്? ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് എപ്പോഴും രണ്ട് സൈഡ്സ് ഉണ്ട് മാർക്കറ്റിന്. സോ നമുക്ക് ആ രണ്ട് സൈഡ് നോക്കിയേക്കാം. സോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഈ ഒരു തേഴ്സ്ഡേ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ ഈ ഒരു ബൈ സൈഡ് ഏരിയയും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സോ നമുക്ക് രണ്ട് കാര്യങ്ങൾ നടക്കാം. ഒന്ന്, നമുക്ക് ഈ ഒരു ഗ്യാപ്പ് നമുക്ക് മൺഡേ ഫോം ആയ ഈ ഒരു ഗ്യാപ്പ് ഹോൾഡ് ആകുവാണെങ്കിൽ നമുക്ക് ലോവർ പ്രൈസസ് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു ഗ്യാപ്പ് ഹോൾഡ് ആവാത്ത സിനാരിയോസ് നോക്കാം. നമുക്ക് ഈ ഒരു ഗ്യാപ്പിന്റെ മേളിൽ കൂടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഫോം ആകുവാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ ഇതൊരു കണ്ടീഷനാണ്. നമുക്ക് ഈ ഒരു ഗ്യാപ്പിന്റെ മേളിൽ കൂടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഫോം ആവുകയാണ്. തിരിച്ച് ഈ ഗ്യാപ്പ് സപ്പോർട്ടായിട്ട് യൂസ് ചെയ്ത് പ്രൈസിന് മേളോട്ട് പോയി നമുക്ക് നമ്മുടെ ബൈ സൈഡ് ലിക്വിഡിറ്റീസിനെ ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. സോ ഒരു ബുള്ളിഷ് സിനാരിയോയിൽ ഞാൻ കാണുന്ന ആ ഒരു സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ. ഇതൊരു കണ്ടീഷനാണ് നമുക്ക് ബുള്ളിഷ് ആയിട്ട് മാറാൻ. രണ്ടാമത്തെ ആ ഒരു ബുള്ളിഷ് ആവാനുള്ള കാരണം, ഈ ഒരു ഫ്രൈഡേ ആ ഒരു പ്രീവിയസ് വീക്കിന്റെ ലോ നാസ്ഡാക്ക് എടുത്തിരിക്കണം, ESM എടുത്തിരിക്കണം, അതേപോലെ തന്നെ ഡോവ് ജോൺസനും ആ ഒരു ഫ്രൈഡേ ലോ എടുത്തിരിക്കണം. 3 അസറ്റ് പെയറും 3 അസറ്റ് ക്ലാസ്സസും ഒരേ സമയത്ത് ആ ഒരു ഫ്രൈഡേ ലോ എടുത്ത് ആ ഒരു ഒരു ബുള്ളിഷ് SMT ബ്രേക്ക് ചെയ്ത് താഴെ പോകുവാണെങ്കിൽ നമുക്ക് ഈ ഈക്വൽ ലോസ് എടുക്കാം. ഞാൻ നിങ്ങളോട് വീഡിയോ ഇടുന്ന സമയം തൊട്ടേ പറയുന്നുണ്ട്, ഈ ഒരു ലോ എന്തുകൊണ്ടാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ആ ഒരു ലോ ഒന്ന് സ്റ്റഡി ചെയ്യുക. ഈ ഒരു ലോയിൽ നിങ്ങൾക്ക് ഒരുപാട് മാജിക് അൺലോക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു ലോ വളരെ നല്ലോണം ഈ ഒരു ലോയിലേക്ക് പോയിട്ട് ഈവൻ 1 മിനിറ്റിലും 3 മിനിറ്റിലും 1 അവറിലും എല്ലാം സ്റ്റഡി ചെയ്യുക. ഈ ലോ ഇവിടെ എന്താ സ്റ്റോപ്പ് ആവാൻ കാരണമെന്ന് നോക്കുക. സോ ഈ ഒരു ലോ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ജംപ്സ് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് പ്രൈസ് ഈ ഒരു ലോ എടുക്കാറുണ്ടെന്നും ഇൻ ദ ഫ്യൂച്ചറിൽ എന്തുകൊണ്ടാണ് ആ പ്രൈസ് ആ ഒരു ലോ എടുക്കാൻ പോകുന്നതെന്നും നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. സോ അതായിരുന്നു നമുക്ക് ബുള്ളിഷ് സിനാരിയോ. സോ ഈ ഒരു പ്രീവിയസ് വീക്ക് ലോ നമുക്ക് നാസ്ഡാക്ക് എടുത്തു. പ്രീവിയസ് വീക്ക് ലോ നമുക്ക് നമ്മുടെ എന്താ പറയാ ES എടുത്തിട്ടില്ല, നാസ്ഡാക്കും എടുത്തിട്ടില്ല. സോ അതൊരു ബുള്ളിഷ് SMT തന്നെയാണ്. നമുക്ക് ബുള്ളിഷ്നെസ് കൺഫേം ചെയ്യാൻ നമുക്ക് ഇതിലൂടെ നമുക്കൊരു ഡിസ്പ്ലേസ്മെന്റിന്റെ ആവശ്യം കൂടെ ഉണ്ട്. സോ ഞാനിവിടെ അത്യാവശ്യം ഓർഡർ ബ്ലോക്സോ വിക്സിന്റെ കാര്യം ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഞാൻ നിങ്ങൾ നോർമലി കേൾക്കുന്ന ബ്രേക്കർ എന്നോ ഒരു ഇതും പറയുന്നത്, നമ്മൾ ഗ്യാപ്സും ഇൻഎഫിഷ്യൻസിയും മാത്രമാണ് പറയുന്നത്. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ റിലീസ് ചെയ്യാനുള്ള ഒരു ജെം എന്താന്ന് വെച്ചാൽ, ഗൈസ്, ഗ്യാപ്സിനെയും കാട്ടി പ്രയോറിറ്റി ഉള്ള ഒരു കാര്യമാണ് ലിക്വിഡിറ്റിയിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഒരു കാര്യമാണ് റിലേറ്റീവ് ഈക്വൽ ഹൈസ് അല്ലെങ്കിൽ റിലേറ്റീവ് ഈക്വൽ ലോസ്. സോ ഞാൻ എൻ്റെ ടീമിലുള്ള ഒരാളുമായിട്ട് നമ്മളൊരു കേസ് സ്റ്റഡി ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഫെയർ വാല്യൂ ഗ്യാപ്സ് ഇല്ലാതെ എങ്ങനെ ടേർട്ടിൽ സൂപ്പ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടൊരു ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റൺ ക്യാപ്ചർ ചെയ്യാം എന്നുള്ളൊരു എന്താ പറയുക വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇൻ ദ നിയർ ഫ്യൂച്ചർ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. അതേപോലെ നമ്മുടെ ആ ഒരു പ്രീവിയസ് വീക്കിന്റെ ലോയും ഞാൻ പറഞ്ഞിരുന്നു. ആ ഒരു പ്രീവിയസ് വീക്കിന്റെ ലോയും നമുക്ക് പ്രൈസ് ഹോൾഡ് ചെയ്യേണ്ടതാണ്. തിരിച്ച് നമുക്ക് നമ്മുടെ ESന്റെ ചാർട്ടിൽ നോക്കുവാണെങ്കിൽ, ESന്റെ പ്രൈസ് ആക്ഷൻ നമുക്ക് അധികം പ്രീമിയം അറിയോ ഡിസ്കൗണ്ട് അറിയോ സോ ഉണ്ടാക്കിയിട്ടല്ല ES പോയിരിക്കുന്നത്. ES ആ ഒരു സ്ട്രെങ്ത് റീറ്റെയിൻ ചെയ്യാനായിട്ട് വല്ലാണ്ട് ശ്രമിക്കുന്നുണ്ട്. ESലേക്ക് ഈ ഒരു പ്രൈസ് ആക്ഷൻ ഞാൻ മിക്ക ആ ഒരു മാർക്കിങ്സ് ഞാൻ ആക്ച്വലി റിമൂവ് ചെയ്തതായിരുന്നു. കാരണം ESൽ നമുക്ക് ആ ഒരു മാർക്കിങ്സ് ഒക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് വളരെ ബ്രൂട്ടലായിട്ട് വൃത്തികേടാവുന്നുണ്ടായിരുന്നു ചാർട്ട്. സോ എനിക്കിവിടെ ESന്റെ കാര്യത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ,
നമുക്ക് ഇവിടെ നമുക്ക് ഫോർ എക്സാമ്പിൾ ഓർഡർ ബ്ലോക്സ് ക്രിയേറ്റ് ആവുന്നുണ്ട്, നമുക്ക് ഗ്യാപ്സ് ക്രിയേറ്റ് ആവുന്നുണ്ട്, കറക്റ്റും ഗ്യാപ്സ് തിരിച്ചു വരുന്നുണ്ട്. അതേപോലെ ഗൈസ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഈ ഒരു ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പ് നമുക്കൊരു ഈ വീക്ക് ബുള്ളിഷ് ആണെങ്കിൽ നമുക്കൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് മാറാം ഈ ഒരു ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പ്. സോ അത് നിങ്ങളുടെ ലോവർ ടൈം ഫ്രെയിം ചാർട്ട്സിൽ മാർക്ക് ചെയ്ത് വെക്കുക. സോ ESന്റെ സിനാരിയോ പറയുവാണെങ്കിൽ നമ്മുടെ ഒരു ബാരിഷ്നെസ് ES അങ്ങോട്ട് കൺഫേം ചെയ്യുന്നില്ല. ESൽ ഒരു പ്രോപ്പർ എന്താ പറയാ നമുക്കൊരു ഡിസ്കൗണ്ട് അറൈസ് വരുന്നില്ല, അതേപോലെ പ്രീമിയം അറൈസ് ഫോം ആവുന്നില്ല. കാരണം നമുക്ക് പ്രൈസ് ഒബ്വിയസ്ലി പ്രീമിയം ടു ഡിസ്കൗണ്ടിലോട്ടാണ് എപ്പോഴും മൂവ് ചെയ്യാറ്. സോ നമുക്ക് ഈ ഒരു റേഞ്ച് ഫോമായി പ്രൈസ് തിരിച്ച് പ്രീമിയത്തിലേക്ക് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് കയറിയത്. നിങ്ങൾക്ക് ഈ വിക്സ് നോക്കുന്നവർക്ക് വിക്സ് നോക്കാം. ഞാനിവിടെ ഒരു സിമ്പിൾ ആയിട്ട് വെക്കാനായിട്ട് ഈ ഒരു വോളിയം ഇംബാലൻസ് ആണ് ക്യാപ്ചർ നമ്മൾ നോക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സസ്പെൻഷൻ ബ്ലോക്ക് നമ്മൾ തുടക്കം തൊട്ട് ഈ ഒരു ഇയറിന്റെ തുടക്കം തൊട്ടേ മാർക്ക് ചെയ്ത ഈ ഒരു ബ്ലോക്കാണ്. ഈ ഒരു ബ്ലോക്കിലും ആ ഒരു ബ്ലോക്കിനെയും പ്രൈസ് റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോഴും വെച്ചിരിക്കുകയാണ്. നമുക്കൊരു സ്വിംഗ് ഹൈ ഫോം ആയിട്ടുണ്ട്. നമുക്കൊരു പ്രോപ്പർ റിവേഴ്സൽ മേളിലോട്ട് വരാനായിട്ട് നമുക്കൊരു സ്വിംഗ് ലോയോ നമുക്കൊരു പ്രോപ്പർ SMTയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. സോ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഗൈസ്, നമുക്കിപ്പം ഒപ്പോസിംഗ് ആയിട്ട് നമുക്കുള്ള PDRS ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് കാണും. ഓക്കെ, നമുക്ക് ഇങ്ങനെ രണ്ട് ഗ്യാപ്സ് ഉണ്ടെന്ന് വെച്ചോ, അതിന്റെ പ്രൈസിലേക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കർവിൽ അങ്ങനത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് വെച്ചോ, പ്രൈസ് വരാൻ നേരത്ത് നമ്മുടെ ബെയർ സിനാരിയോയിൽ ആ ഒരു ഗ്യാപ്പ് കാണുമ്പോൾ പ്രൈസ് ഒന്ന് ഇതാവും. നമുക്ക് അവിടെ ഒരു എന്താ പറയാ ഒരു ഗട്ടർ മൂവ്, നമുക്കിപ്പോൾ ഒരു ഹമ്പ് റോഡിൽ പോകുമ്പോൾ ഒരു ഹമ്പ് കാണാൻ നമുക്ക് പ്രൈസ് ലാഗ് ആവും. അപ്പൊ നിങ്ങൾ എല്ലാവരും എനിക്ക് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് അത് റിവേഴ്സ് ആകുവാണെന്നാണ് നമുക്ക് കാണുന്നത്. വെച്ചാൽ പ്രൈസ് ബെയറിഷ് ആണെങ്കിൽ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ആ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ് നല്ല രീതിക്ക് ബ്രേക്ക് ചെയ്ത് താഴെ പോകണം. തിരിച്ച് അടുത്ത PDRIയിൽ വന്നതിന് ശേഷമേ പ്രൈസ് അവിടെ റെസ്റ്റ് ചെയ്യാവൂ. ആ ഒരു പ്രൈസ് റെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് താഴെയാണുള്ളതെങ്കിൽ ആ ഒരു PDRIനെയും ബ്രേക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രൈസ് താഴെ പോയിട്ട് ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് റീച്ച് ചെയ്യണം. ഞാനിത് പറയാൻ കാരണം നമുക്ക് ഈ ഒപ്പോസിംഗ് PDRIs കണക്ക് ഇത് നിങ്ങൾക്ക് അധികം ആരും അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. നമുക്ക് ഒപ്പോസിംഗ് SMTs ഫോം ആവാറുണ്ട്. ഓക്കെ, സോ ഒപ്പോസിംഗ് SMTs എന്താന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരു അസറ്റ് പെയറിൽ ഒരു SMT ഫോം ആവാം. ഇവിടെ നമുക്കൊരു പ്രോപ്പർ ബ്രേക്കർ സിനാരിയോ ഫോം ആയി. ആ ഒരു ബ്രേക്കർ ഫോം ആവുന്നത് ഒരു ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു 1 മിനിറ്റിന്റെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലെങ്ങാനും ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ട സിനാരിയോ ഇവിടെ ഒരു പ്രോപ്പർ SMT ഫോം ആയി. അതിനുശേഷം പ്രൈസ് മേളിലോട്ട് റിവേഴ്സ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോറി, ഇവിടെ ഒരു പ്രോപ്പർ SMT ഫോം ആയിട്ടില്ല. ഈ ഒരു ലോയ്ക്ക് മേളിൽ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ റിവേഴ്സൽ ഫോം ആവുന്ന രീതിക്കും കാണാം. ഗൈസ്, നിങ്ങളുടെ പ്രൈസ് നമ്മൾ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ രീതിയിൽ പറഞ്ഞാൽ തന്നെ നമ്മൾ ബെയറിഷ് ആണ്, നമുക്കൊരു ഹയർ ടൈം ഫ്രെയിം പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റോ ഒരു ഡ്രോൺ ലിക്വിഡിറ്റിയോ താഴെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫോം ആയിരിക്കുന്ന ഈ ഒരു SMT നമുക്ക് രണ്ടിടത്തും ഫോം ആയിട്ടുണ്ട്. ഈ ഒരു SMT ആക്ച്വലി നമ്മുടെ പ്രൈസ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ എങ്ങനെയാണോ ബ്രേക്ക് ചെയ്ത് താഴെ പോയത് ആ ഒരു സെയിം രീതിയിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു SMT നമ്മൾ ബ്രേക്ക് ചെയ്ത് താഴെ പോയിരിക്കണം. ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഈ ഫേക്ക് SMTs എന്നല്ല, അതൊരു ഒപ്പോസിംഗ് SMT ആണ്. ആ SMT ഫോം ആവുന്നത് പ്രൈസിനെ അവിടെ നിന്ന് സ്ലോ ചെയ്യാനാണ്. സോ സ്ലോ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അക്യുമുലേറ്റ് ചെയ്യാനാണ്. കുറെ ഓർഡേഴ്സ് പിന്നെ താഴോട്ട് പോകുന്നത് കൊണ്ട് പിന്നെയും കുറെ ഓർഡേഴ്സ് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു പ്രൈസസ് അവിടെ സ്ലോ ആവുന്നത്. സോ ഈ ഒരു SMTസിന്റെ ഈ ഒരു പ്രൊഫൈൽ നിങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. സോ ഇതാണ് നമ്മുടെ ഓവറോൾ പോയിന്റ് ഓഫ് വ്യൂ. ഇനി ഫ്യൂച്ചറിലേക്ക് ഞാൻ പറഞ്ഞത്, ഞാൻ ബുള്ളിഷ് സിനാരിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എങ്ങനെ ഒരു ബുള്ളിഷ് സിനാരിയോയിൽ നിങ്ങൾക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തന്നു. ബെയറിഷ് സിനാരിയോ ഞാൻ എങ്ങനെയാണ് ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ ഈക്വൽ ലോസ് ഉണ്ട്. ഈക്വൽ ലോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈക്വൽ ലോസ് പ്രൈസിന്റെ ഒരു മാഗ്നറ്റ് ആണ്. അതേപോലെ നമുക്കൊരു പ്രോപ്പർ SMT അല്ലെങ്കിൽ ഒരു പ്രോപ്പർ എന്താ പറയാ ഒരു ഹയർ ടൈം ഫ്രെയിം ക്രാക്ക് ഇൻ കോറിലേഷൻ ഇല്ലാതെ മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോവേണ്ട ആവശ്യമില്ല. സോ ഇതാണ്. അതേപോലെ എനിക്ക് വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഫ്രൈഡേയിലെ പ്രൈസ് ആക്ഷനും കൂടെ നോക്കിയേക്കാം. ഫ്രൈഡേയിലെ പ്രൈസ് ആക്ഷൻ ഒരുപാട് പേരെ ഓഫ് ഗാർഡായിട്ട് പിടിച്ചൊരു പ്രൈസ് ആക്ഷൻ ആയിരുന്നു. സോ ഒരുപാട് പേര് ഈ ഒരു റിവേഴ്സൽ ക്യാപ്ചർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് നിങ്ങളെ ഒരു നല്ല ട്രേഡറിൽ നിന്നും ഒരു കൊള്ളാത്ത ട്രേഡറിൽ നിന്നും മാറ്റി നിർത്തുന്നത്. ഈ ഒരു പ്രൈസ് ആക്ഷൻ ഒരുപാട് പേര് പിടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു പ്രൈസ് ആക്ഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഇത് നിങ്ങൾ ചുമ്മാ വെറും പാറ്റേൺ ട്രേഡേഴ്സ് ആണ് ഗൈസ്. ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലും ചെല്ലാതെ ഒരു പ്രോപ്പർ ഈ ഒരു ക്രാഷ് ഒരു ഹയർ ടൈം ഫ്രെയിം പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ചെല്ലാതെ ഒരു ബാങ്ക് ഹോളിഡേ നടന്ന ഒരു ഹയർ ടൈം ഫ്രെയിം പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലാതെ നിങ്ങൾ ഈ ഒരു ക്യാപ്ചർ നിങ്ങൾ ഈ തിരിച്ച് ഈ ഒരു ബൈ പ്രോഗ്രാം പിടിച്ചിട്ടുണ്ട്. ഇതൊരു റിട്രേസ്മെന്റ് ആണ്. ഈ ഒരു ബൈ പ്രോഗ്രാം നിങ്ങൾ ഇവിടുന്ന് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്യുവർ ഗാംബ്ലിംഗ് ആണ്. നിങ്ങൾ വെറും പാറ്റേൺ ട്രേഡേഴ്സ് ആണ്. നിങ്ങളോട് തന്നെ ഒന്നിരുന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊരു A+ സെറ്റപ്പ് ആയിരുന്നോ? നിങ്ങൾക്ക് അത്രയ്ക്ക് ക്യാപിറ്റൽ കളയാൻ ഉണ്ടായിരുന്നോ? നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു ട്രേഡ് എടുത്തു? നിങ്ങളോട് തന്നെ വളരെ
ഡീപ്പായിട്ടിരുന്ന് ചിന്തിച്ച് സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇത് റിട്രേസ്മെന്റ് മാത്രമാണ്. ഈ റിട്രേസ്മെന്റ് ചെന്ന് ഈ ഒരു ഈക്വൽ ഹൈസ് എടുത്തു. ഈ ഒരു ഈക്വൽ ഹൈസ് എടുത്തതിന് ശേഷം മാർക്കറ്റ് താഴെ പോയി. സോ ഇതൊരു റിട്രേസ്മെന്റ് ആയിരുന്നു. നമുക്ക് താഴെ വേറെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയേണ്ടത്. സോ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ചെല്ലാതെ മാർക്കറ്റ് തിരിയില്ല. ഈ ഒരു ഹൈ ക്യാപ്ചർ ചെയ്തവരും നിങ്ങളോട് തന്നെ ഇരുന്ന് വളരെ നല്ലോണം ഒന്ന് സംസാരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ ട്രേഡിംഗ് ജേർണി കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. ഓക്കെ, നമുക്കപ്പം വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ടെലഗ്രാമിൽ വന്ന കുറച്ച് ഡൗട്ട്സിനെ ഇത് ചെയ്യാം. സോ നമുക്ക് എല്ലാ കണ്ടീഷൻസിലും എങ്ങനെയാണ് ഒരു ക്ലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗൈസ്, എന്ത് കണ്ടീഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ടു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, അല്ലെങ്കിൽ ഒരു 2 പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഒരു ഓർഡർ ബ്ലോക്ക് ആയിരിക്കാം, ഒരു വിക്ക് ആയിരിക്കാം, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരിക്കാം, ഒരു ലിക്വിഡിറ്റി ആയിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ 2 ഒപ്പോസിങ് എ ആൻഡ് ബി നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾക്ക് ആ ഒരു എ ആൻഡ് ബി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് നിങ്ങൾക്ക് മാനിപ്പുലേഷൻ, നിങ്ങൾക്ക് അത് നിങ്ങളുടെ മാനിപ്പുലേഷൻ ഐഡന്റിഫൈ ആയോ? നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തോട്ടാണോ മാനിപ്പുലേഷൻ പോയത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് ഡിസ്ട്രിബ്യൂഷൻ പോകാൻ സ്റ്റാർട്ടായി കഴിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ട്രേഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ വളരെ ലോ റിസ്കിൽ, നിങ്ങൾ എക്സ്പീരിയൻസ് ട്രേഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ലോ റിസ്കിൽ, നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ആ ഒരു മാനിപ്പുലേഷൻ ലെഗ് തരാതെ നിങ്ങൾക്ക് ബിയിലോട്ട് പോകുവാണ്, നിങ്ങളുടെ ആ ഒരു ഡയറക്റ്റ് ബിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബിയിലേക്കുള്ള ഒരു ട്രേഡിന് നിങ്ങൾക്ക് ഒരു IOFED എൻട്രീസ് ഓൺ ദ വേ നിങ്ങൾക്ക് കയറാവുന്നതാണ്. വളരെ ചെറിയ റിസ്കിൽ ഒരു 1-2 മൈക്രോയിലോ, അല്ലെങ്കിൽ നിങ്ങൾ വലിയ ട്രേഡേഴ്സ് ആണെങ്കിൽ ഒരു മിനിയിലൊക്കെ നിങ്ങൾക്ക് വളരെ ചെറിയ റിസ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഒരു ICT ട്രേഡർ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്തൊക്കെയാണ് ആദ്യമേ ലൈക്ക് ഒരു നോട്ട് ഡൗൺ ചെയ്യേണ്ടത് ഒരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ്? ഗൈസ്, ആകെ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. മാനിപ്പുലേഷൻ ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങൾ A to Bയിൽ എയിൽ മാനിപ്പുലേഷൻ വന്ന് സ്റ്റോപ്പ് ആവണം. A to B എന്ന് ഒരു എക്സാക്ട് മാക്രോ ടൈമിൽ അത് ബിയിലേക്ക് ആ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ആവണം. ഇത്രേ ഉള്ളൂ നിങ്ങൾ നോക്കേണ്ട കാര്യം. ബാക്കി നിങ്ങളുടെ ബയാസ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റെപ്സ് ബയാസ്, സെക്കൻഡ് നിങ്ങളുടെ A to B, എയിൽ വന്ന് മാനിപ്പുലേഷൻ അവസാനിക്കുന്നു, എന്ന് ബിയിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ആവുന്നു. ഒരു സ്പെസിഫിക് ടൈമിലാണ് നിങ്ങൾ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോ ബ്രേക്കറിലോ IFVGയിലോ എൻട്രി എടുക്കുന്നു. സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, സോ ഇത് അത്ര കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതേപോലെ തന്നെ ഇന്നലെ നിങ്ങൾ ചെയ്തിരിക്കുന്നത് മിക്കതും പാറ്റേൺ ട്രേഡിംഗ് ആണ്. അങ്ങനത്തെ ഒരു പാറ്റേൺ ട്രേഡിംഗ് ചെയ്യാതിരിക്കാൻ നോക്കുക. സോ അടുത്ത വീഡിയോ ഇടുന്നവരെ ബി സേഫ്, ട്രേഡ് സേഫ്. ബൈ ഫോക്സ്.